മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിന് എതിരെ മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ സജി ചെറിയാൻ മാത്രമേ സ്ഥാനാർത്ഥിയുടെ പേര് നോക്കി വോട്ട് ചെയ്യണം എന്ന് പറയുന്നുള്ളൂ. കാസർകോട്ടെയും മലപ്പുറത്തെയും ജനങ്ങൾ പേര് നോക്കിയല്ല വോട്ട് ചെയ്യുന്നതെന്നും എം കെ മുനീർ 24നോട് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ സ്വന്തം സമുദായം പോലും ഉൾക്കൊള്ളുന്നില്ലെന്നും എം കെ മുനീർ 24നോട് പറഞ്ഞു. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി ഉപനേതാവുമായ ഡോക്ടർ എം കെ മുനീർ 24നൊപ്പം ചേരുകയാണ്. മന്ത്രി സജി ചെറിയാൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശം അത് വലിയ ചർച്ചയാണ്. അദ്ദേഹം ഇതുവരെയും അത് പിൻവലിക്കാൻ തയ്യാറായിട്ടുമില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി വർഗീയ കാർഡ് പുറത്തിറക്കി കളിച്ചു നോക്കുകയാണ്. സജി ചെറിയാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സജി ചെറിയാൻ മാത്രമേ സ്ഥാനാർത്ഥിയുടെ പേര് നോക്കി വോട്ട് ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ സ്ഥലത്തുള്ള ജനങ്ങൾ പേര് നോക്കിയല്ല, സ്ഥാനാർത്ഥിയെ നോക്കി, മുന്നണിയെ നോക്കി, അയാൾ ജയിച്ചാൽ ആ പഞ്ചായത്തിന് എന്ത് ഗുണം കിട്ടും എന്നുള്ളത് നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സജി ചെറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതിപ്പം ആദ്യമായല്ല CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഒരു പരാമർശം നടത്തിയത്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്ത് ഇസ്ലാമിക്കായിരിക്കും, പല മാറാടുകളും ആവർത്തിക്കും എന്നുള്ള ഒരു പരാമർശം വന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മാർക്സിസ്റ്റ് പാർട്ടി വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. മാറാടുകൾ ആവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ ഗൗരവമായിട്ടെടുക്കണം. മാറാട് എപ്പോഴാണ് അന്ന് സംഭവിച്ചിട്ടുള്ളത്? ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്നത്തെ മാറാട് റിപ്പോർട്ടിൽ CPMന് പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പ്രതിപക്ഷത്തുണ്ടാകും, ഇവിടെ പല കലാപങ്ങളും ഉണ്ടാകും എന്നാണ് സത്യത്തിൽ ബാലൻ പറയുന്നത്. നമ്മൾ എതിർക്കുന്ന ആളുകൾ പിന്നെ ഇപ്പോൾ സാമുദായിക സംഘടനകൾ, ഇപ്പോൾ വെള്ളാപ്പള്ളി ആയാലും മറ്റുള്ളവരായാലും എല്ലാവരും ഇത് മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് അതിലൊന്നും ആ രീതിയിൽ അതേ ഭാഷയിലൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായം പോലും നമുക്കനുകൂലമായി മലപ്പുറത്തൊക്കെ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണല്ലോ പ്രതിപക്ഷം പോലും ഇല്ലാതെ അവിടെ ജില്ലാ പഞ്ചായത്ത് ജയിച്ചത്. വലിയ പ്രതീക്ഷയിലാണ് ഡോക്ടർ എം കെ മുനീർ. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. കോഴിക്കോട് നിന്ന് അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.